ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓൾ. നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഇൻഡക്ഷൻ മോട്ടോഴ്സിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള സ്പീഡ് കൺട്രോൾ മെത്തേഡുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ഇൻഡക്ഷൻ മോട്ടോറുകൾ ഒരുപാട് ആപ്ലിക്കേഷനിൽ സ്വാഭാവികമായിട്ടും ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ പല ലോഡുകൾ പ്രവർത്തിക്കാനാണെങ്കിലും അതുപോലെ തന്നെ സ്പീഡ് കൺട്രോൾ ചെയ്തിട്ടുള്ള വേരിയേഷൻസിനാണെങ്കിലും അല്ലെങ്കിൽ ഉപയോഗങ്ങൾക്കാണെങ്കിലും ഇൻഡക്ഷൻ മോട്ടോറുകൾ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോറുകൾ വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ സ്പീഡ് കൺട്രോൾ മെത്തേഡ്സ് ആണ് ഈ ഒരു സെഷനിലൂടെ നമുക്ക് പഠിക്കാനുള്ളത്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ സിറ്റുവേഷൻസിലും സ്പീഡ് കൺട്രോൾ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഏത് യൂസേജിനാണോ ആപ്റ്റായിട്ട് വരുന്നത്, അതായത് ആ ഒരു മോട്ടോർ ഏതൊക്കെ തരത്തിലാണ് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള സ്പീഡ് വരുന്ന പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്പീഡ് കൺട്രോൾ ഒരു ഡിവൈസിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ സ്പീഡ് കൺട്രോൾ എന്നുള്ളത് ഡിവൈസിൽ നിന്ന് പുറത്തുള്ള ഒരു സെക്ഷൻ ആയിരിക്കും. ഇതിൻ്റെ പ്രവർത്തനം എന്നുള്ളത് ഇത്ര മാത്രമാണ്. എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു മാർഗ്ഗേന ആ മെഷീൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുക. സ്പീഡ് കൺട്രോൾ ചെയ്യുന്നതിൽ പൊതുവേ ടോർക്കും കൺട്രോൾ ആവേണ്ടതാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന കൺട്രോൾ യൂണിറ്റുകളെയാണ് ഏതൊക്കെയാണെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ ക്ലിയർ ആക്കാൻ പോകുന്നത്. അപ്പോൾ ഇൻഡക്ഷൻ മോട്ടോർ എന്നുള്ളത് നമുക്കറിയാം, ഒരു സ്റ്റേറ്റർ ഉണ്ടായിരിക്കും. അതിൻ്റെ കൂടെ സ്ക്വിറൽ കേജ് ആയിട്ടോ അല്ലെങ്കിൽ സ്ലിപ്പ് റിങ് ആയിട്ടോ വരുന്ന വൈൻഡിങ്ങിൽ വരുന്ന റോട്ടോറും ഉണ്ടായിരിക്കും. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് സ്റ്റേറ്ററിൽ മാറ്റങ്ങൾ വരുത്തിയിട്ട് സ്പീഡ് കൺട്രോൾ ചെയ്യാം. അതിനെയാണ് സ്റ്റേറ്റർ സൈഡിൽ നമുക്ക് എന്തൊക്കെ ചെയ്തിട്ട് സ്പീഡ് കൺട്രോൾ ചെയ്യാം എന്നുള്ളത് ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ പറയുന്നത് റോട്ടോർ സൈഡ്. റോട്ടോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടൈപ്പ് റോട്ടോറുകളാണ് ഇൻഡക്ഷൻ മോട്ടോറിലുള്ളത്. നമ്മൾ തുടക്കം മുതലേ പറയുന്നതാണ്. 2 ടൈപ്പ് റോട്ടറുകൾ എന്ന് പറഞ്ഞാൽ സ്ലിപ്പ് റിങ് റോട്ടറും അതുപോലെ തന്നെ സ്ക്വിറൽ കേജ് മോട്ടർ. അപ്പോൾ ഈ 2 റോട്ടോറുകളിൽ വരുന്ന ഏതെല്ലാമാണ് ക്ലിയർ ആയിട്ട് സ്പീഡ് കൺട്രോളിന് വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡുകൾ എന്നുള്ളതും കൂടെ നമ്മളിതിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ 2 തരത്തിൽ സ്പീഡ് കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്റ്റേറ്ററിൻ്റെ സഹായത്തോട് കൂടിയിട്ട് സ്പീഡ് കൺട്രോൾ ചെയ്യുന്ന 3 മെത്തേഡുകളാണുള്ളത്. നമ്മൾ സ്റ്റേറ്ററിൽ കൊടുക്കുന്ന സപ്ലൈ വോൾട്ടേജിൽ വ്യത്യാസം വരുത്തിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ സ്റ്റേറ്ററിൽ കൊടുക്കുന്ന സപ്ലൈ ഫ്രീക്വൻസിയിൽ വ്യത്യാസം വരുത്തി, ആ ഒരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ചേഞ്ചിങ് ദി സപ്ലൈഡ് ഫ്രീക്വൻസി എന്നാണ്. പിന്നെ അതുപോലെ തന്നെ ബൈ ചേഞ്ചിങ് ദ നമ്പർ ഓഫ് പോൾസ് ഓഫ് സ്റ്റേറ്ററിൽ വരുന്ന നമ്പർ ഓഫ് പോൾസിൻ്റെ എണ്ണം മാറ്റം വരുത്തിയത്. വൈൻഡിങ്ങിൽ സ്റ്റേറ്ററിൽ വരുന്ന നമ്പർ ഓഫ് പോൾസ്, എത്ര പോൾസ് അവിടെ കട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മാറ്റിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഇനി രണ്ടാമതായിട്ട് റോട്ടർ സൈഡിൽ ചെയ്യുന്നത് റോട്ടർ റിയോസ്റ്റാറ്റ് കൺട്രോള്, കാസ്കേഡ് ഓപ്പറേഷൻ, അതുപോലെ തന്നെ ഇഞ്ചക്ഷൻ ഓഫ് EMF ഇൻ ദി റോട്ടർ സർക്യൂട്ട്. റോട്ടർ സർക്യൂട്ടിൽ വേറൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ് EMF ചേർത്തുകൊണ്ട് വരുന്ന മെത്തേഡ് കൂടിയാണ് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് സ്റ്റേറ്റർ കൺട്രോളിൽ വരുന്ന ബൈ ചേഞ്ചിങ് ദി അപ്ലൈഡ് വോൾട്ടേജ് അപ്ലൈ ചെയ്തത്, വോൾട്ടേജ് എത്രയാണ് വരുന്നത്, അതിനനുസരിച്ചുള്ള മാറ്റം എന്താണെന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഈ ഒരു ഇക്വേഷൻ നോക്കുക. ടോർക്കിനുള്ള ഇക്വേഷനാണ് ഇവിടെ എഴുതിയുള്ളത്. ടോർക്ക് സമം K1 S E2 സ്ക്വയർ R2 ബൈ റൂട്ട് ഓഫ് R2 സ്ക്വയർ പ്ലസ് SX2 സ്ക്വയർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഈ R2 X2 എന്നൊക്കെ പറയുന്നത് സ്റ്റേറ്ററിൽ റോട്ടറിൽ വരുന്ന റെസിസ്റ്റൻസുകളാണ്. അപ്പോൾ ടോർക്കിൻ്റെ ഇത് വരുന്നത് എപ്പോഴും റോട്ടറിലാണ് ടോർക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ റോട്ടറിൻ്റെ റെസിസ്റ്റൻസ്, റോട്ടറിൻ്റെ ഇമ്പിഡൻസ് ഒക്കെയാണ് അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്, R2 എന്നും X2 എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇതിലൊരു പ്രധാന കാരണം എന്ന് വെച്ചാൽ ചെറിയ റോട്ടർ റെസിസ്റ്റൻസുകളാണ് എന്നുണ്ടെങ്കിൽ, സ്ലിപ്പുകൾ ചെറുതാണെന്നുണ്ടെങ്കിൽ, റെസിസ്റ്റൻസ് അല്ല സ്ലിപ്പുകൾ ചെറുതാണെന്നുണ്ടെങ്കിൽ SX2 എന്നുള്ള ഭാഗം വളരെ ചെറുതായിരിക്കും എന്ന് പറയാനുള്ള കാരണം, അപ്പോൾ 0.1 0.2 ആ ഒരു രീതിയിൽ വരുന്ന സമയത്ത് അതിൻ്റെ സ്ക്വയർ നമ്മൾ എടുക്കുന്ന സമയത്ത് അത് അതിലും ചെറുതാവും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ R² കൂടെ അത് ആഡ് ചെയ്യുക എന്നുള്ളത് നെഗ്ലിജിബിൾ ആയിരിക്കും. അത് തീർച്ചയായിട്ടും ഒഴിവാക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ശരിക്കും ഈ ഇക്വേഷനിൽ നിന്ന്, ടോർക്കിനുള്ള ഇക്വേഷനിൽ നിന്ന്
എന്തിന് ഈ ഒരു SX2 എന്നുള്ള ടേം ഒഴിവാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ്, ഈ ഒരു ഇക്വേഷനിൽ നിന്ന് ടോർക്ക് ഈസ് ഈക്വൽ ടു K1SE2² എന്നുള്ളതായിട്ട് വരും. അതായത് സ്ലിപ്പിനും ഇൻഡ്യൂസ്ഡ് EMFനും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള രീതിയിൽ വരും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, നമുക്ക് ഒന്നും കൂടി റീഅറേഞ്ച് ചെയ്താൽ ഇൻഡ്യൂസ്ഡ് EMF നമ്മൾ അപ്ലൈ ചെയ്ത വോൾട്ടേജിന് പ്രൊപ്പോർഷണലായിട്ടും ആണെങ്കിൽ എഴുതാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ടോർക്ക് എപ്പോഴും എന്തിന് പ്രൊപ്പോർഷണലാവും, V², നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള വോൾട്ടേജിൻ്റെ സ്ക്വയറിന് പ്രൊപ്പോർഷണലാവും. അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് ഇതുവഴി എന്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും, സ്പീഡ് കൺട്രോളും കൂടെ പോസിബിൾ ആക്കാനായിട്ട് പറ്റും. അപ്പോൾ ആസ് എ സപ്ലൈഡ് വോൾട്ടേജ് റെഡ്യൂസ്, വോൾട്ടേജ് ഞാൻ പറഞ്ഞു എന്താണ്, വോൾട്ടേജിന് ഡയറക്റ്റ് ആയിട്ട് പ്രൊപ്പോർഷണലായിട്ട് വരും ടോർക്ക്, അതുപോലെ തന്നെ സ്പീഡ് അല്ലെങ്കിൽ സ്ലിപ്പ് എന്നുള്ളതെല്ലാം. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വോൾട്ടേജിൽ ചെറിയ ചെറിയ വേരിയേഷൻസ് വരുത്തി കഴിഞ്ഞാൽ, നമ്മൾ സപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിൽ ചെറിയ ചെറിയ വേരിയേഷൻസ് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ വരുന്ന റോട്ടോറിൽ വരുന്ന സ്പീഡ് നമുക്ക് മാറ്റാൻ പറ്റും. ആ ഒരു മെത്തേഡാണ് ബൈ ചേഞ്ചിങ് ദി അപ്ലൈഡ് വോൾട്ടേജ് എന്നുള്ളത് പറയുന്നത്. അതിൽ റിലേഷൻ വരുന്നത് എപ്പോഴും ശ്രദ്ധിക്കുക, ടോർക്ക് പ്രൊപ്പോർഷണൽ ടു V² ആണ്. അതുകൊണ്ട് തന്നെ ടോർക്ക് പ്രൊപ്പോർഷണൽ ടു V² എന്നുള്ള റിലേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ വോൾട്ടേജ് മാറ്റത്തിന് തന്നെ വലിയ സ്പീഡ് ചേഞ്ചുകൾ ഉണ്ടാവും. അതായത് തിരിച്ചാണ്, ചെറിയ സ്പീഡ് ചേഞ്ചുകൾ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ വലിയ വോൾട്ടേജ് ചേഞ്ചുകൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു പ്രശ്നമാണ് ഇതിൽ മെയിനായിട്ട് വരുന്നത്. പക്ഷേ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മളിത് ഉപയോഗിക്കാനും, മീൻസ് ഈ സ്പീഡ് കൺട്രോൾ മെത്തേഡ് നമ്മൾ ഉപയോഗിക്കാനെന്നുണ്ടെങ്കിലും രണ്ടും എളുപ്പമുള്ള ഒരു മാർഗ്ഗമാണ് ഈ രണ്ട് മെത്തേഡ്, ഈ ചേഞ്ചിങ് ദി അപ്ലൈഡ് വോൾട്ടേജ് എന്നത്. പക്ഷേ ഈ ഒരു കാരണം കൊണ്ട് എന്താണ്, മാഗ്നറ്റിക് ഡിസ്റ്റോർഷൻ വരുമെന്നുള്ള കാരണം കൊണ്ടും അതുപോലെ തന്നെ സപ്ലൈ വോൾട്ടേജ് സ്പീഡുമായിട്ടല്ല മാഗ്നറ്റിക് ഡിസ്റ്റോർഷനിൽ പ്രശ്നം ഉണ്ടാക്കുന്നുള്ളതുകൊണ്ട്, സ്പീഡ് മാറ്റും എന്നുള്ളത് ശരിയാണ്, പക്ഷേ ഒരു വൈഡ് റേഞ്ച് സ്പീഡിലായിരിക്കും വരുന്നത്. അതുപോലെ തന്നെ മാഗ്നറ്റിക് ഡിസ്റ്റോർഷനിലുള്ള പ്രശ്നം കാരണം ഈ മെത്തേഡ് ചിലപ്പോൾ മാത്രമേ ഉപയോഗിക്കാൻ ചാൻസ് ഉള്ളൂ. ഇനി രണ്ടാമതായിട്ട് പറയുന്നത് അപ്ലൈഡ് ഫ്രീക്വൻസി എന്നുള്ള ഇക്വേഷനാണ്. അപ്പോൾ സ്പീഡ് എന്നുള്ള സിങ്ക്രണസ് സ്പീഡിൻ്റെ ഇക്വേഷനാണ് നമുക്കിവിടെ വലതുവശത്ത് തന്നിട്ടുള്ളത്. NS = 120f/p എന്നുള്ളത്. അതിൽ P എന്ന് പറഞ്ഞാൽ പോളാണ്, F എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയാണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും, സിങ്ക്രണസ് സ്പീഡ് ആരുമായിട്ട് റിലേറ്റഡ് ആണ്, ഫ്രീക്വൻസിയുമായിട്ട് റിലേറ്റഡ് ആണ്. F എന്നുള്ള ഫ്രീക്വൻസി ആയിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ ഫ്രീക്വൻസി മാറ്റിയാൽ നമുക്ക് വേണമെങ്കിൽ ചിലപ്പോൾ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പോൾ ആ ഒരു മെത്തേഡാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, സപ്ലൈ ഫ്രീക്വൻസിയിൽ അല്ലെങ്കിൽ അപ്ലൈഡ് ഫ്രീക്വൻസിയിൽ വരുന്ന മാറ്റം പോലെ പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു മോട്ടോർ ജനറേറ്റർ സെറ്റ് വേണ്ടി വരും. അതായത് ഒരു ഇൻഡക്ഷൻ മോട്ടോറും പ്ലസ് അതിൻ്റെ കൂടെ ഒരു ജനറേറ്റർ സെറ്റ് കൂടെ വേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ഫ്രീക്വൻസി മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും വോൾട്ടേജിൻ്റെ പെട്ടെന്ന് തന്നെ ഫ്രീക്വൻസി മാറ്റാൻ പറ്റില്ല. ഒന്നെങ്കിൽ ജനറേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി നമുക്ക് ആവശ്യമുള്ള രീതിയിലായിരിക്കണം. അങ്ങനെ ആവുന്ന സമയത്ത് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുക, ഫ്രീക്വൻസി നമുക്ക് ഇഷ്ടമുള്ള പോലെ സപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ജനറേറ്റർ സെറ്റ് ഉണ്ടായിരിക്കും. ആ ജനറേറ്ററിൽ നിന്ന് വരുന്ന ഫ്രീക്വൻസി അളവിനനുസരിച്ചിട്ട് സ്പീഡ് കൺട്രോൾ ചെയ്യുന്ന ഒരു മോട്ടോറും പ്രവർത്തിക്കുന്നുണ്ടാവും. അങ്ങനത്തെ ഒരു സെറ്റാണ് നമ്മൾ ഈ ഒരു അപ്ലൈഡ് ഫ്രീക്വൻസി വഴി സ്പീഡ് കൺട്രോളിൽ നിന്ന് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് സ്റ്റേറ്റർ പോൾസിൻ്റെ എണ്ണത്തിൽ വരുന്ന മാറ്റങ്ങൾ, നമ്പർ ഓഫ് സ്റ്റേറ്റർ പോൾസിൽ. ഇപ്പോൾ ഈ ഇക്വേഷൻ തന്നെ NS = 120f/p എന്നുള്ള ഇക്വേഷൻ നോക്കിയാൽ തന്നെ അറിയാം, നമ്പർ ഓഫ് പോൾസും ഇതിന് റിലേറ്റഡ് ആണ്, ഈ സ്പീഡിനായിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് പോൾസ് എഫക്റ്റീവ്ലി അപ്ലൈ ആവുന്ന നമ്പർ ഓഫ് പോൾസിൻ്റെ എണ്ണം മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സിങ്ക്രണസ് സ്പീഡിൽ വലിയ മാറ്റം തന്നെയാണ് കൊടുക്കാൻ സാധിക്കുന്നത്. അതായത് പോൾസിൻ്റെ എണ്ണം കൂട്ടുന്ന സമയത്ത് സ്പീഡ് കുറയ്ക്കുന്ന സമയത്ത് സ്പീഡ് കൂടുകയും ചെയ്യും. പക്ഷേ ഇത് പറയുമ്പോൾ നമുക്ക് എന്താണ്, കറക്റ്റ് ഒരു റേഞ്ച് പോലെ അല്ലെങ്കിൽ ഒരു ലെവൽഡ് ആയിട്ടുള്ള ഇൻക്രീസോ ഡിക്രീസോ നമുക്ക് ഇതിൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റേറ്റർ പോൾ മെത്തേഡ് എന്നുള്ളത് കുറച്ചുകൂടി നല്ല രീതിയിലുള്ളൊരു മെത്തേഡാണ്. കാരണം ഇത് ഉപയോഗിക്കുന്നത് എവിടെയാണെന്നുള്ളതും അതുപോലെ തന്നെ ഏത് സിറ്റുവേഷനിലാണെന്നുള്ളതും പറയുന്നുണ്ട്. അപ്പോൾ സിങ്ക്രണസ് സ്പീഡിൽ വ്യത്യാസം വരുത്തുന്നത് എങ്ങനെയാണ്, പോൾസിൽ വരുന്ന വ്യത്യാസം വരുത്തിയിട്ടാണ്. സാധാരണ സ്റ്റേറ്റർ വൈൻഡിങ്ങിൽ വെച്ചിട്ടുള്ള പോൾസിൻ്റെ
ഒരു ടാപ്പിംഗ് സിസ്റ്റമായിരിക്കും ഉണ്ടായിരിക്കുക. ടാപ്പിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് 2 പോൾ ഓണാക്കിയിടാം, അല്ലെങ്കിൽ 3-4 പോൾ ഓണാക്കിയിടാം, അല്ലെങ്കിൽ 6 പോൾ ഓണാക്കിയിടാം. അങ്ങനെ സെറ്റായിട്ടുള്ളത് മാത്രം ഓണാക്കിയിടാൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പോൾസിൻ്റെ എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും, കൂട്ടാനും കുറയ്ക്കാനും പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോൾസിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന സമയത്ത് തന്നെ എന്ത് മാറും, സിങ്ക്രണസ് സ്പീഡിലും തിരിച്ച് കുറയുകയും കൂടുകയും ചെയ്യും. പോൾസ് കൂട്ടുന്നതിനനുസരിച്ച് സിങ്ക്രണസ് സ്പീഡ് കുറയുകയും പോൾസ് കുറയ്ക്കുന്നതിനനുസരിച്ച് സിങ്ക്രണസ് സ്പീഡ് കൂടുകയാണ് ചെയ്യുക. അപ്പോൾ ഈ 2 വേരിയേഷനും അവിടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോറിലാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്പർ ഓഫ് സ്ലോട്ടേഴ്സിൻ്റെ എണ്ണം വളരെ കൂടുതലാണ്. അപ്പോൾ കൂടുതലാണെന്ന് വെച്ചാൽ ഏത് തരത്തിൽ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, മീൻസ് സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോറിൽ സ്ലോട്ട്സുകൾ ഉപയോഗിക്കാനായിട്ട് പറ്റും. കാരണം ആർമേച്ചർ കണ്ടക്ടേഴ്സ് മീൻസ് റോട്ടറിൽ വരുന്ന കണ്ടക്ടർ ബാറുകളാണ്. അതുകൊണ്ട് തന്നെ അതിൽ വലിയ വ്യത്യാസം വരുന്ന സ്റ്റേറ്ററിൻ്റെ എണ്ണത്തിൽ വലിയ ഡിമാൻഡ് അല്ലെങ്കിൽ ഒരു വ്യത്യാസം അവിടെ കാണുന്നില്ല. പിന്നെ സ്റ്റേറ്റർ വൈൻഡിങ്ങുകളിൽ 2-3 ഇൻഡിപെൻഡൻറ്റ് വൈൻഡിങ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടാപ്പിംഗ് ചേഞ്ച് ചെയ്യുന്ന രീതിയിൽ ഇപ്പോൾ നമുക്ക് 2-3-4 സെറ്റുകൾ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ സെറ്റുകളിലേക്ക് മാറ്റുന്നതിനനുസരിച്ച് പോൾസിൻ്റെ എണ്ണം മെഷീനിൽ മാറ്റം വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ആകുമ്പോൾ എന്താണ്, പോൾസിൻ്റെ എണ്ണം മെഷീനിൽ മാറ്റം വന്നുകൊണ്ടേയിരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ സ്പീഡ് ക്ലിയർ ആയിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞത് റോട്ടർ മീൻസ് സ്റ്റേറ്ററിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ട് എങ്ങനെയായിരിക്കും സ്പീഡ് കൺട്രോൾ വരിക എന്നുള്ളതാണ്. ഇനി അടുത്ത് പറയാനുള്ളത് റോട്ടർ റിയോസ്റ്റാറ്റ് കൺട്രോൾ, അതായത് റോട്ടർ സൈഡിൽ മാറ്റങ്ങൾ വരുന്നത്. ഇപ്പോൾ റോട്ടർ റിയോസ്റ്റാറ്റ് കൺട്രോളിൽ നമ്മൾ റോട്ടർ സൈഡിൽ ആദ്യം പറയുന്നത് റോട്ടർ റിയോസ്റ്റാറ്റ് കൺട്രോളാണ്. അതായത് ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ വെച്ച് നമുക്ക് അറിയാൻ പറ്റും, ഇൻഡക്ഷൻ മോട്ടോറിൽ റോട്ടറിനകത്ത് ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് ആണ് വരുന്നത്. അതായത് റൊട്ടേറ്റീവ് മാഗ്നറ്റിക് ഫീൽഡിനുള്ളിൽ ഒരു കണ്ടക്ടർ വയ്ക്കുമ്പോൾ ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിക് ഫീൽഡ് വരും. അപ്പോൾ ഈ വർക്കിംഗ് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് റോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നത് ഇൻഡക്ഷൻ മോട്ടറിനകത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റൊട്ടേറ്റ് ചെയ്യുന്ന റോട്ടറിന് ഒരു സ്ലിപ്പ് അല്ലെങ്കിൽ ഒരു ബുഷ് സംവിധാനം വഴി അതിൻ്റെ റെസിസ്റ്റൻസിൻ്റെ അളവ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, മാറ്റാനോ മീൻസ് കൂട്ടാനോ കുറയ്ക്കാനോ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, നമുക്ക് സ്പീഡ് ചെറുതായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണ്, റെസിസ്റ്റൻസിൻ്റെ അളവ് കൂടുമ്പോഴും കുറയുമ്പോഴും എന്ത് സംഭവിക്കുന്നുണ്ട്, ഇൻഡ്യൂസ്ഡ് EMFൻ്റെ അളവിൽ മാറ്റം വരുന്നുണ്ട്. അപ്പോൾ ഇൻഡ്യൂസ് EMFൻ്റെ അളവിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്ത് സംഭവിക്കും, ഈ ഒരു റോട്ടറിനകത്ത് സ്പീഡ് കുറയുക അല്ലെങ്കിൽ കൂടുതലാണ് ഇൻഡ്യൂസ്ഡ് EMF എന്ന് വെച്ചാൽ സ്പീഡ് കൂടുക, ഈ ഒരു സിറ്റുവേഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതായത് സ്പീഡ് കൺട്രോൾ പോസിബിൾ ആക്കാനുള്ള എബിലിറ്റി നമുക്ക് അതിലൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മെത്തേഡ് നമുക്ക് റെസിസ്റ്റൻസ് റോട്ടറിൻ്റെ റെസിസ്റ്റൻസിൽ വരുന്ന മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോറുകളാണ്. കാരണം എന്ന് വെച്ചാൽ കണ്ടക്ടർ ബാർസ് ആണ് സ്ക്വിറൽ കേജിൽ വരുന്നത്. അപ്പോൾ സ്ക്വിറൽ കേജിൽ ഈ കണ്ടക്ടർ ബാർസിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് റെസിസ്റ്റൻസിന് മാറ്റം വരുത്താനുള്ള ഒരു സെറ്റപ്പ് അതിൽ ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും, സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറിലാണ് ഈ ഒരു മെത്തേഡ് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നത്, സ്ക്വിറൽ കേജിൽ പറ്റുന്നില്ല. പിന്നെ കാസ്കേഡ് ഓപ്പറേഷൻ എന്നുള്ളത്, കാസ്കേഡ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കൺട്രോൾ സിസ്റ്റം ഓപ്പറേഷനാണ്. കൺട്രോൾ സിസ്റ്റം ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു രണ്ട് വ്യത്യസ്ത മോട്ടോറുകൾ തമ്മിൽ ഒരേ ഷാഫ്റ്റിൻ്റെ മുകളിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ ഒരു രീതിയിലാണ് ഈ ഒരു സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത്. കാസ്കേഡ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ആ കണക്ഷനും തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് എന്നുള്ള കണക്ഷൻ തന്നെയാണ് കാസ്കേഡായിട്ട് എന്നുള്ള പേരിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിൽ എങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യുക എന്നുള്ളത്, നമ്മളെ കയ്യിൽ 2 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോറുകൾ ഉണ്ടാവും. ഈ 2 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോറുകളും ഒരേ ഷാഫ്റ്റിൻ്റെ മുകളിലാണ് ഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരേ ഷാഫ്റ്റിൻ്റെ മുകളിൽ ഘടിപ്പിച്ച് കഴിഞ്ഞാൽ വരാനിരിക്കുന്ന സംഭവം എന്താണ്, ഇവരുടെ സ്പീഡ് എപ്പോഴും എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതായത് ഒരേ ഷാഫ്റ്റിൻ്റെ മുകളിലാണ് ഇത് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്പീഡ് എപ്പോഴും ഏകദേശം സെയിം ആവുന്ന രീതിയിലായിരിക്കും വരിക. അപ്പോൾ ഫസ്റ്റത്തെ ഇൻഡക്ഷൻ മോട്ടോർ എന്നുള്ളത് 2 മോട്ടോറുകൾ വരുന്നുണ്ട്. അതിൽ ഫസ്റ്റത്തെ ഇൻഡക്ഷൻ മോട്ടോറുകൾ സാധാരണ പോലെ 3 ഫേസ് സപ്ലൈ കൊടുക്കുന്നു. ആ 3 ഫേസ് സപ്ലൈ കിട്ടി ഓൺ ചെയ്യുന്ന മോട്ടോറ് ഇൻഡ്യൂസ് ആവുന്ന EMF ഉണ്ടല്ലോ,
ആ EMFൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടാമത്തെ മോട്ടോറിൻ്റെ പ്രവർത്തനം വരുന്നത്. അപ്പോൾ രണ്ടാമത്തെ മോട്ടോറാണ് സ്പീഡ് കൺട്രോളിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് മോട്ടോർ ഏത് രീതിയിൽ വേണമെങ്കിൽ തിരിയാനുള്ള രൂപത്തിൽ അവിടെ സ്റ്റാൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ മോട്ടോർ എന്താണ്, ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും, പല ഡയറക്ഷനിലേക്ക് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ അത് കൺട്രോൾ ചെയ്യാനായിട്ട് എന്തിന് സാധിക്കും, ഈ ഒരു സെക്കൻഡ് മോട്ടോറിന് സാധിക്കും. സെക്കൻഡ് മോട്ടോർ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്, ആദ്യത്തെ മോട്ടോറിൽ വരുന്ന ഇൻഡ്യൂസ്ഡ് EMFൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഇത്രയാണ് കാസ്കേഡ് ഓപ്പറേഷൻ പറഞ്ഞത്. ഇനി മൂന്നാമതായിട്ട് വരുന്നത് ഇൻജെക്റ്റിംഗ് EMF ടു ദ റോട്ടർ. അപ്പോൾ നമ്മൾ റെസിസ്റ്ററിൻ്റെ മെത്തേഡ് പറഞ്ഞപ്പോഴും ഇതേ സംഗതി തന്നെയാണ് പറഞ്ഞത്. EMF മാറ്റി കൊടുക്കുക, റോട്ടറിൽ വരുന്ന EMF മാറ്റി കൊടുക്കുക. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, നമ്മൾ EMF മാറ്റാനായിട്ട് ഒരു ഇത്ര വോൾട്ടേജ് നമ്മൾ അല്ലെങ്കിൽ ഒരു അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, പക്ഷേ ആ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിൻ്റെ പ്രത്യേകത എന്തായിരിക്കണം, അവിടെ ഉണ്ടാകുന്ന ഫ്രീക്വൻസി സെയിം ആയിരിക്കണം. അതായത് റോട്ടറിൻ്റെ ഫ്രീക്വൻസി എത്രയാണോ അതിനനുസരിച്ച് സെയിം ആയിട്ടുള്ള രീതിയിലുള്ള ഒരു വോൾട്ടേജും വേണം നമ്മൾ അതിനായിട്ട് ഇൻഡ്യൂസ് ചെയ്യിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ആ വോൾട്ടേജ് മീൻസ് അതിൽ ഇൻഡ്യൂസ് ചെയ്യിക്കുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസി സെയിമും സ്ലിപ്പും സെയിം ആയിരിക്കുന്ന രീതിയിലായിരിക്കും. പക്ഷേ ഇവർക്ക് ആകെ വ്യത്യാസം വരുത്താനായിട്ട് സാധിക്കുന്നത് ഇവരുടെ ഫേസാണ്. ഏത് ഫേസിലാണ് ഇവർ പോകേണ്ടത്, അതായത് മീൻസ് സെയിം ഫേസ് ആണോ ഓപ്പോസിറ്റ് ഫേസ് ആണോ എന്നുള്ളത് മാത്രമാണ് മാറ്റം വരുത്താനായിട്ട് പറ്റുന്നത്. അപ്പോൾ EMFകളുടെ ഫേസിൽ വരുന്ന മാറ്റം നമുക്ക് സ്പീഡ് കൺട്രോളിങ്ങിലും ചെലുത്താനായിട്ട് പറ്റും. അതായത് ഓപ്പോസിറ്റ് ഫേസിലാണ് റോട്ടോറുകൾ തിരിയുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ EMF വിച്ച് ഈസ് ഇൻ ഓപ്പോസിറ്റ് ഫേസ് വിത്ത് ദ റോട്ടർ ഇൻഡ്യൂസ്ഡ് EMF, റോട്ടർ ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഈ ഒരു ഫേസ് നമ്മൾ അപ്ലൈ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും, കുറയും. റെസിസ്റ്റൻസ് കുറയുക എന്ന് പറഞ്ഞാൽ സ്പീഡ് കൂടുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇനി അടുത്തത് രണ്ടാമത്തെ സിറ്റുവേഷൻ എന്താ ഉള്ളത്, രണ്ടാമത്തെ സിറ്റുവേഷൻ നേരെ തിരിച്ചാണ്. റോട്ടറിൽ ഇൻഡ്യൂസ്ഡ് EMF സെയിം ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് കുറയുകയാണ് ചെയ്യുന്നത്, അപ്പോൾ സ്പീഡ് കൂടുതലായിട്ടും വരും. ഈ രണ്ട് സിറ്റുവേഷനാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇൻജെക്റ്റിംഗ് EMF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ കാര്യം ശ്രദ്ധിക്കേണ്ടതുള്ളൂ, അവിടെ എന്ത് മാത്രമാണ് ഫ്രീക്വൻസിയും സ്ലിപ്പ് ഫ്രീക്വൻസിയും സെയിം ആയിരിക്കുന്ന രീതിയിൽ വ്യത്യസ്ത ഫേസുകളുള്ള വ്യത്യസ്ത ഫേസുകളുള്ള ഇൻഡ്യൂസ്ഡ് EMFകൾ അതിൽ ചലിപ്പിച്ചു കൊടുക്കും. അപ്പോൾ അതിനനുസരിച്ച് എന്തുണ്ടാവും, നമ്മൾ ഏത് ട്രിക്ക് അനുസരിച്ചിട്ടാണോ അല്ലെങ്കിൽ നമ്മൾ ഏത് പാറ്റേൺ അനുസരിച്ചിട്ടാണോ വർക്ക് ചെയ്യിക്കേണ്ടത് എന്നുള്ളതിനനുസരിച്ച് ഒരു EMF സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ സമയത്ത് EMF ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. സ്പീഡ് കൺട്രോൾ ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ ഈ ഒരു മെത്തേഡിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏത് വൈഡ് റേഞ്ച് ഓഫ് സ്പീഡിന് വരെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സംഗതിയാണ്. അതായത് വൈഡ് റേഞ്ച് ഓഫ് സ്പീഡ് ആപ്ലിക്കേഷൻസിന് പോലും ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ള തരത്തിലാണ് ഈ EMF ഇൻജെക്റ്റിംഗ് ടു ദ റോട്ടർ സർക്യൂട്ട് എന്നുള്ള മെത്തേഡ് പറയുന്നത്. താങ്ക് യു ഓൾ.